ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺസ് 160 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് വരുന്നത്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ്. വണ്ടി നമുക്ക് ഓടിയേക്കുന്നത് 76,395 കിലോമീറ്റർ നിലവിൽ ഇപ്പോൾ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ബ്രേക്ക് ലൈനർ ഒരഞ്ഞിട്ടുള്ള പൊടി ഹബിനകത്ത് വന്നിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ടയറൊക്കെ അത്യാവശ്യമുണ്ട്. വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷൻ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിലവിൽ ഹബിന് ചെറിയൊരു തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ സൗണ്ട് കാണിച്ചിട്ട്. തൽക്കാലം നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്തതിന് ശേഷം ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് ഇടണം കേട്ടോ. നമുക്ക് ചെയിൻ ഗ്രീസിങ് നടത്തണം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് തുളച്ച് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ ഫിൽറ്റർ മാറ്റാം കേട്ടോ. പിന്നെ ബാറ്ററി നമുക്ക് ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി. 2023 മോഡൽ ബാറ്ററിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.5 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിക്കും. അതായത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി വോൾട്ട് തീരെ താഴേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച്. പിന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് എഞ്ചിൻ ഹെഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അതായത് അതിൻ്റെ വാൽവ് ഗൈഡ് കംപ്ലൈൻറ്റ് വന്നിട്ട് വന്ന സൗണ്ടാണ്. അത് നമുക്ക് വാൽവ് അടിക്കണ പോലെ സൗണ്ടായിട്ട് തോന്നും. അതിനേക്കാളും കുറച്ചുകൂടി സൗണ്ട് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഗൈഡ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക. പരമാവധി ഉപയോഗിക്കുക. കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കുക. അതായത് കിക്കർ അടിച്ചാൽ സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട്, സെൽഫ് അടിച്ചാൽ സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട്. കിക്കർ അടിക്കുമ്പോൾ കംപ്രഷൻ ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് കിക്കർ താന്നു പോവാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തെ കാണിക്കുന്ന ലക്ഷണങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. അതുവരെ പരമാവധി ഉപയോഗിക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയർ ഏറെക്കുറെ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് ഫ്രണ്ട് ടയർ കേട്ടോ. വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗവും കോൺസെപ്റ്റും ചെക്ക് ചെയ്തു, ഓക്കെയാണ്, നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ അഴിച്ച് ബ്രേക്ക് പാഡൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് ക്യാമെന്ന് വെച്ചാൽ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗും വലിയ പഴക്കമായിട്ടില്ല കേട്ടോ. പിന്നെ കാർബറേറ്ററൊക്കെ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് തോന്നണേ. പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 6:30-7 മണിയൊക്കെ ആവട്ടോ തീരുമ്പോഴത്തേക്കും. വാട്ടർ സർവീസും കൂടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ.